ഹായ് ഫ്രണ്ട്സ്, ബിജുസ് കിച്ചൺ ആൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചിന്നപ്പാറയുടെ ഏറ്റവും ടോപ്പിലാണ്. ഇടുക്കിയിൽ അടിമാലിയിലുള്ള ചിന്നപ്പാറയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കണേ. കണ്ടില്ല, അതിന് ചുറ്റുമുള്ള പാറകളുടെ വ്യൂ. നമ്മളൊക്കെ ഏകദേശം സെയിം ഹൈറ്റിൽ അപ്പുറത്തെ പാറയുടെ മുകളിൽ നിൽക്കുന്നതും. അതൊരു നല്ലൊരു മല പോലെയാണ്. വണ്ടി വരും, വണ്ടി എത്തും, പക്ഷേ കുറച്ച് കയറ്റം, ഒരു പ്രത്യേക ടൈപ്പ് കയറ്റമാണ്. ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ഈസിയാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു പ്രശ്നമാണ്. ഞാനേതായാലും ഡ്രൈവ് ചെയ്തില്ല, എൻ്റെ ഫ്രണ്ടാണ് ഡ്രൈവ് ചെയ്തത്. പിന്നെ വേറൊരു ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. ഓരോരുത്തർ ചെറിയ ചാറ്റൽ മഴയുണ്ട്. സൂപ്പർ വ്യൂ കേട്ടാ. ഇടയ്ക്ക് ആർക്കും യാത്ര ചെയ്യുമ്പോൾ അടിമാലി ചിന്നപ്പാറയിലൊക്കെ ഒന്ന് കയറിയിട്ട് പോ. സൂപ്പർ സംഭവം. ഇതാ നമ്മുടെ ഫ്രണ്ട് ജോയി, പുള്ളിയാണ് ഇപ്പോൾ ജീപ്പ് ഓടിക്കുന്നത്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് കോട ഇങ്ങനെ പോയി. നല്ല സൂപ്പർ വ്യൂ. അത് പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് മാറും. ചില സമയത്ത് പെട്ടെന്ന് എല്ലായിടത്തും കോടയാവും, പിന്നെ അത് ക്ലിയർ ആവും, വീണ്ടും കോട വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. അവിടെയാ വീട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇതിന്റെ മുകളിലേക്ക് എത്തിയത്. ഈ ചിന്നപ്പാറയിലെ വേറൊരു വശമാണ് ഈ കാണുന്നത്. ഇപ്പൊ അവിടെ നിന്ന് ജീപ്പ് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ മെയിനായിട്ട് ജീപ്പാണ്. തിരിച്ചു പോണ വഴിയാണിത്. ഞങ്ങൾ തിരിച്ച് ഈ വഴിക്ക് വരും. ആ വഴിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോകും. ഇത് ഇത്രയും കൂടെ എളുപ്പമുള്ള വഴിയാണ്. ഇപ്പൊ ഞങ്ങള് ജീപ്പ് അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ചിന്നപ്പാറയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്ന വഴിക്ക് വേറൊരു വ്യൂ പോയിന്റ് ആണ് ഇതെല്ലാം. ചൂരക്കട്ട എന്നാണ് പറയുന്നത്. ഹായ് വിവേഷ്, നമ്മുടെ ഇവിടെ വന്നേക്കുന്നത് മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഇറങ്ങിയേക്കാണ്. നല്ല ഭംഗി അവിടെ കാണാൻ, ഫോഗി കൂടി നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് നിന്നെ കണ്ടറിയാൻ പറ്റും തണുപ്പുണ്ടെന്നുള്ളത്. ഇത് കണ്ട, ഇതേ പെട്ടെന്ന് ഫോഗിയായി കണ്ട, പെട്ടെന്ന് ഫോഗിയായി കണ്ട. ഇത്ര നേരം നല്ല ക്ലീൻ അല്ലേ ആയിരുന്നു നോക്കി, വിത്തിൻ സെക്കൻഡിലാണ് ഫോഗിയായത് കണ്ട. അതെ, ഫോഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ട, വിത്തിൻ സെക്കൻഡിൽ പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആയി. ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്. നമ്മൾ നോക്കി നിൽക്കില്ല തന്നെ ഈ ഫോഗ് അങ്ങോട്ട് പോവും, പെട്ടെന്ന് ഫോഗ് വരും, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മൂന്നാറിലെ ഓരോ ദൃശ്യങ്ങൾ, മൂന്നാർ മുതൽ എന്താ പറയുക തിരിച്ച്, ഇപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങിയേക്കാണ്. അപ്പോൾ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മെയിനായിട്ട് റോഡാണ് കാര്യങ്ങളായിട്ട് എടുക്കുന്നത്. ഏതായാലും നല്ല വ്യൂ ആണ്, ഇതൊരു കാഴ്ചയാണ് സംഭവം. അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പോലും ഒരുപാട് കാണാനുണ്ട്. നല്ലൊരു കാഴ്ച, നല്ല തണുപ്പാണ്. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് പോകണം. ഇവിടെ ക്യാരറ്റ് വിൽപ്പനയ്ക്ക് വെച്ചേക്കണതാ. ഒരു ക്യാരറ്റിന് 30, ഒരു കെട്ട് ക്യാരറ്റിന് 30, 3 കെട്ട് ക്യാരറ്റിന് 40. റേറ്റാണിതല്ല.
ഇതാ ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ ഒരു മേളമാണ്. എന്താ സംഭവം, ഒരുപാട് ഐറ്റം ഉണ്ട്. കോഫി സംഭവങ്ങൾ. അങ്ങനെ ഞങ്ങൾ കോൺ വാങ്ങി മാസ്ക് ഊരിട്ട് നമുക്ക് അവിടെ കോൺ കഴിക്കാം. അങ്ങനെ 2 കോണാണ് വാങ്ങിയത്. 2 പേർക്ക് കോൺ വേണമെന്നാണ് പറഞ്ഞത്. ഇതാ കോൺ റെഡി ആയിട്ടുണ്ട്. 50 രൂപയാണ് ഇവരിതിന് പറഞ്ഞത്. ഇതാ നല്ല സൂപ്പർ ആക്കി തന്നിട്ടുണ്ട്. ഇനി അവരൊന്ന് കഴിച്ചു തുടങ്ങി. ചിക്കൻ പറയുമ്പോൾ കഴിക്കുമ്പോൾ ഇങ്ങനെ സൂപ്പർ. ചേട്ടന് ഇഷ്ടമല്ലാന്ന്. അപ്പൊ ഞങ്ങക്ക് മാത്രമാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതെ, താല്പര്യമുള്ള ആൾക്കാരാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞങ്ങള് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിട്ട് കയറിയേക്കാം. ചോക്ലേറ്റുകളുടെ ഒരു ലോകമാണ്. അത് മതി ഇപ്പൊ തൽക്കാലം. ഏലത്തോട്ടമാണ് ഇതെല്ലാം. അതിന്റെ കടയ്ക്ക് നല്ലോണം ഏലക്ക ഉണ്ടായി കിടപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഏലക്ക ഇങ്ങനെ ഉണ്ടായി കിടക്കണത്. തോട്ടങ്ങൾ ഇങ്ങനെ കണ്ടുപോകുന്നതല്ലാതെ ഇതിന്റെ കടയ്ക്ക് ഉണ്ടായി ഇതുപോലെ കിടക്കണത് ഞാൻ കണ്ടിട്ടില്ല. എന്ത് ഭംഗിയാന്ന് നോക്കിയോ അതിന്റെ ഓരോ കടയ്ക്കും ഉണ്ടായി കിടക്കണത്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday bless you. May God bless you. May God bless you.
ഇടുക്കി മൂന്നാർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ അതായത് നമ്മളുടെ വീണ്ടും നമ്മുടെ തട്ടകത്തിലേക്ക്. പക്ഷെ ഇപ്പോഴും ആഗ്രഹിച്ച് എല്ലാം കാണാൻ കഴിഞ്ഞില്ല. കാര്യങ്ങൾ ഞങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്, ഇനിയും വരും. അതായത് ഇതൊരു ഭയങ്കര ഒരു അനുഭവമാട്ടോ. ഇവിടെ നമ്മളൊക്കെ ഒരു നിരപ്പായ പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി, ആ കോട, ആ മഞ്ഞിൻ്റെ ആ ഒരു ഭംഗി, അതേപോലെ തന്നെ മലകൾ, വെള്ളച്ചാട്ടങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എന്തോ ഒരു പുതിയ ലോകത്ത് വന്നതായിട്ട് തോന്നുന്നു. അപ്പം ഞങ്ങൾക്ക് ഇനിയും ഇവിടെ തങ്ങണമെന്ന ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ എന്താ പറയുക തിരക്കുകളിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടത് കൊണ്ട് വീണ്ടും ഞങ്ങൾ വരും. അപ്പോൾ നല്ലൊരു യാത്ര കഴിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ വിട്ടുപോയ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ അടുത്ത യാത്രയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.